ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. 22ാമത്തെ ഗഡുവിൻ്റെ 3ാം മാസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ എത്തുന്നതായിരിക്കും. തുക വിതരണത്തിന് മുന്നോടിയായി ഔദ്യോഗിക വെബ്സൈറ്റിൽ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. താൽക്കാലികമായി നിർത്തിവെച്ചിരുന്ന KYC നടപടികൾ വെബ്സൈറ്റിൽ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 21ാമത്തെ ഗഡു ലഭിക്കാത്തവർക്കും അതുപോലെ പുതിയ ഗഡുവിനായി കാത്തിരിക്കുന്നവർക്കും ബയോമെട്രിക് വഴിയോ ഐറിസ് സ്കാൻ വഴിയോ KYC നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്. ഫെബ്രുവരി മാസത്തിൽ തന്നെ 22ാമത്തെ ഗഡു കർഷകർക്ക് ലഭിക്കുമെന്ന് സൂചന ലഭിക്കുന്നതിനാൽ എല്ലാ ഗുണഭോക്താക്കളും PM കിസാൻ വെബ്സൈറ്റിൽ തങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലും അപ്ഡേഷനുകളൊക്കെ നടത്താനുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. അതേസമയം കൂടുതൽ കർഷകരിലേക്ക് ആനുകൂല്യം എത്താൻ വേണ്ടി ഇപ്പോൾ 5 പുതിയ ഓപ്ഷനുകളാണ് PM കിസാൻ വെബ്സൈറ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പല കർഷകർക്കും വിവിധ കാരണങ്ങളാൽ തുക മുടങ്ങിയിരുന്നു. ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളും അതുപോലെ രേഖകളിലെ പൊരുത്തക്കേടുകളും പരിഹരിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് പുതിയ വെബ്സൈറ്റ് സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. കർഷകർക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു മാറ്റം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. മുമ്പ് നൽകിയ മൊബൈൽ നമ്പർ നഷ്ടപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ മാറ്റേണ്ടി വരികയോ ചെയ്തവർക്ക് ഇനി വെബ്സൈറ്റ് വഴി പുതിയ നമ്പർ വളരെ എളുപ്പത്തിൽ തന്നെ ചേർക്കാൻ സാധിക്കും. ഇത് OTP ലഭിക്കുന്നതിനും അതുപോലെ ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കർഷകരെ സഹായിക്കും. നിലവിൽ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം വാങ്ങുന്നവർക്ക് സ്വമേധയാ വേണ്ടെന്ന് വെക്കാനുള്ള സറണ്ടറും ലളിതമാക്കിയിട്ടുണ്ട്. ആദായ നികുതി അടക്കുന്നവരോ അല്ലെങ്കിൽ പദ്ധതിക്ക് അനർഹരായവരോ ആയ കർഷകർക്ക് ഭാവിയിൽ നിയമ നടപടികൾ ഒഴിവാക്കാൻ ഈ സംവിധാനം ഉപയോഗിക്കാം. അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ചില ആളുകൾക്ക് KYC ചെയ്യാൻ അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളവർ അത് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക. ഓൺലൈൻ റീഫണ്ട് ഓപ്ഷൻ, അതുപോലെ കോണ്ടാക്ട് പോയിന്റ് പരിശോധന, സറണ്ടർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം എന്നിവയാണ് വെബ്സൈറ്റിലെ മറ്റ് പ്രധാന മാറ്റങ്ങൾ. രേഖകളിലെ ചെറിയ പിശകുകൾ കാരണം തുക മുടങ്ങിയവർക്ക് ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ തിരുത്താനും എഡിറ്റ് ചെയ്ത് അടുത്ത ഗഡു ഉറപ്പാക്കാനും സാധിക്കുന്നതായിരിക്കും. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.